ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ തുടക്കക്കാർ കോഴിയെ വളർത്തുന്ന ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. തുടക്കക്കാർ നമ്മൾ കൈ കരുതേണ്ട കുറച്ച് മരുന്നുകളെക്കുറിച്ചാണ്, കുറച്ച് മരുന്നുകൾ അത്യാവശ്യം കരുതേണ്ട മരുന്നുകളെക്കുറിച്ചാണ് വരും വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോ തുടങ്ങാം. ഇത്രയും മരുന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇത് ഓരോന്നായിട്ട് ഞാൻ വിശദീകരിച്ച് പറയാം. ആദ്യം വീഡിയോ കാണുക. ഇത് ഗ്രോവി ഫ്ലെക്സ് ആണ്. ഇതേപോലെ ഇംബ്രാള പിന്നെ സിങ്കോവൈറ്റ് ഏതെങ്കിലും ഒരു മൾട്ടി വൈറ്റമിൻ ആദ്യം നമ്മൾ കൈ കരുതണം. ഇതാഴ്ച 2 ദിവസം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വിരയിളക്ക് കഴിഞ്ഞ ശേഷം കൊടുക്കാം. നല്ലൊരു വൈറ്റമിൻ മരുന്നാണ്. ഇത് വിരയിളക്കുന്നൊരു മരുന്നാണ്. ആൽബൻഡിസോൾ എൻ്റെ ഇരിക്കുന്നത്. പിന്നെ ആൽബമാറുണ്ട്, അല്ലെങ്കിൽ പെപ്പരസിന് അങ്ങനെയുണ്ട്. ഇത് മാസത്തിൽ 3 മാസം കൂടുമ്പോൾ ഒന്ന് വിരയിളക്കം നല്ലതാണ്. ഞാൻ വലിയ കോഴിക്കൊരു 4-5 തുള്ളിയും ചെറുതിന് 2-3 തുള്ളിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ആൻറ്റിബയോട്ടിക് ആണ് AC-100 AC-200 എന്ന് പറഞ്ഞത്. ഇത് കഫക്കെട്ട് നല്ലതാണ്. കോഴി തുറന്ന് വെച്ച് ശ്വാസം വിട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ കഫക്കെട്ടുള്ളതാണ്. നമ്മൾ ചെറിയൊരു തൂവലുണ്ട്, ആ കഫം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇത് 2 തുള്ളി കൊടുക്കുന്നത് നല്ലതാണ്. അതെങ്ങനെ വൈറ്റമിനും കൊടുക്കണം. 3 ദിവസം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കഫക്കെട്ട് കുറയും. അതുപോലെ ഒരു മരുന്നാണ് സിപ്രോസ്-D. ഈ കണ്ണിന് നീർക്കെട്ട്, കണ്ണ് തുറക്കാതെ കണ്ണിങ്ങനെ വീങ്ങിയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇത് നല്ലത് ശുദ്ധമായ തുണി തുടച്ചിട്ട് നമുക്ക് 2 തുള്ളി ഒഴിച്ച് കൊടുത്ത് 2-3 ദിവസം കൊടുത്താൽ കണ്ണിൻ്റെ വീക്കം മാറുന്നതായിരിക്കും. അതുപോലെ നല്ല ഒന്നാമത്തെ ഒരു കാൽസ്യം മരുന്നാണ് ഓസോമിനി. അല്ലെങ്കിൽ E52 ഒക്കെ ഉണ്ട്, കരളിന് സംബന്ധമായി നല്ലതാണ്. ഇതൊക്കെ നമുക്ക് മുട്ടയ്ക്ക് നല്ല കനം കിട്ടാനും മുട്ട തുടങ്ങി വിലവിലൊക്കെ എനിക്ക് ഓസോമിൻ കൊടുത്താൽ മതി, കാൽസ്യം കൊടുത്താൽ മതി. നല്ല മുട്ടയ്ക്ക് നല്ല കനവും നല്ല പ്രത്യുൽപാദന ശേഷിയൊക്കെ കിട്ടും. അതുപോലെ ഒരു വെറ്റിനറി മരുന്നാണ് ലിക്സം പൗഡർ. ഇത് നമ്മൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മഞ്ഞളും കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഇതൊരു തുള്ളി കലക്കി കൊടുക്കുന്നതാണ്. മറ്റേ ഒരു നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ്. ഇത് പെട്ടെന്നുള്ള അസുഖങ്ങൾ ക്ഷീണമൊക്കെ തൂങ്ങിയിരിക്കുന്നത് പെട്ടെന്നൊക്കെ മാറാൻ സഹായിക്കുന്നുണ്ട്. അതിങ്ങനെ ആൻറ്റിബയോട്ടിക് നമ്മൾ വൈറ്റമിനും കൊടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എൻ്റെ കയ്യിലുള്ള ലഘുവായിട്ടുള്ള മരുന്നാണ്. ഇനി ഓരോന്നിൻ്റെ വിശദീകരണം അന്ത്യ രോഗം വരുമ്പോൾ അതുമായിട്ടുള്ള മരുന്നിൻ്റെ വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഓരോത്തിൻ്റെയും വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി ഒരുപാട് മരുന്നുകളുണ്ട്. നമ്മുടെ കാല് തളർന്നു പോയതിന് ന്യൂറോബൈൻ ഫോർട്ട് എന്ന് പറഞ്ഞ ഗുളികയുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാല് തളർച്ച മാറും. പിന്നെ ഇവിയോണുണ്ട്, നമ്മുടെ തൂവിൻ്റെ കാന്തി വർദ്ധിക്കാനുള്ള ഗുളികയുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ അടുത്തോടെ തന്നെ.